PVയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടും PVയുടെ മകളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടും അഡ്വക്കേറ്റിലുള്ള അരുൺകുമാറിന് ഇത് മനസ്സിലാവാത്തതുകൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങളൊരു പക്ഷേ ഗതികേടായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ അയാളെ കൊണ്ട് ഇവിടെ വട്ടളയിരിക്കുക. എന്താ ചെയ്യാ, വലിയ മുതലാളിയുടെ മരുവനായി പോയില്ലേ. സെർച്ച് ഓപ്പറേഷന്റെ സെർച്ചിന്റെ ഇടയിൽ സെവറൽ ഡിജിറ്റൽ ഡിവൈസസ് വെയർ സീസ്ഡ് ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ് ആർ റെക്കോർഡഡ്. ആരുടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തു? ഏത് ഡിജിറ്റൽ ഡിവൈസസ് ആണ് സീസ് ചെയ്തത്? അത് ആരുടെയാണ്? അത് ഏതൊക്കെ കാറ്റഗറിയിൽ പെടുന്നതാണ്? വ്യക്തമാണോ? അത് എന്റെ പറശ്ശിനിക്കട മുത്തപ്പ, ഇവറ്റകളെല്ലാം കൂടി എന്നെ വഴിയാധാരാക്കോ? അരുൺകുമാർ പറഞ്ഞത് ഡ്യൂറിംഗ് ദ സെർച്ച് ഓപ്പറേഷൻ സെവറൽ ഡിജിറ്റൽ ഡിവൈസസ് വർ സീസ്ഡ് ആൻഡ് ദ സ്റ്റേറ്റ്മെന്റ് ആർ റെക്കോർഡഡ്. എവിടെയാണ് ആ ഡിജിറ്റൽ ഡിവൈസസ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്താണ് ED വന്നിട്ട് അവർ വന്നിട്ട് സെർച്ച് ചെയ്തിട്ട് അരുൺകുമാർ മാതൃഭൂമിയുടെ ചർച്ചയ്ക്ക് പോകുമ്പോഴത്തേക്ക് അരുൺകുമാറിനെ വിളിച്ചു, അരുൺകുമാർ അതാ ഇതൊക്കെയാണോ കണ്ടുപിടിച്ചിട്ടുള്ള ഡിവൈസസ് എന്ന്. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. ഒരു അന്വേഷണ ഏജൻസി അല്ലേ എൻ്റെ അരുണേ? ഒരു അന്വേഷണ ഏജൻസി എങ്ങനെയാണ് റിപ്പോർട്ട് കൊടുക്കുമ്പോഴത്തേക്ക് മാധ്യമങ്ങൾക്ക് എത്രമാത്രം കൊടുക്കും? ആ കൊടുക്കുന്നതിനകത്ത് തെളിവുകളെല്ലാം കൂടി നിങ്ങളുടെ കയ്യിലോട്ട് തരുമോ? പബ്ലിക്കിന് നിങ്ങളുടെ ഫോട്ടോ ഏതെങ്കിലും ഒരു പബ്ലിക്കിന് മുമ്പിലോട്ട് വയ്ക്കും. ഇതൊക്കെ എന്തൊരു വാദമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.